ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് യുജിയുടെ പുനഃപരീക്ഷ അവസാനിച്ചു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പരീക്ഷ നടന്നത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 കേന്ദ്രങ്ങളിലുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദേവൻ എം.പിയും കോഴിക്കോട് നിന്നും ആകാശ് തടത്തിലും ചേരുന്നുണ്ട്. ആദ്യം ദേവനിലേക്കാണ്. ദേവൻ, അങ്ങനെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്ന, വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ഇതിനിടെ ഇപ്പോൾ പുനഃപരീക്ഷ നടന്നു, അതിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും സോന, ആശങ്കകൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമെല്ലാം തന്നെ വിരാമമായിരിക്കുന്നു. അങ്ങനെ നീറ്റ് പരീക്ഷയുടെ പുനഃപരീക്ഷ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഏതാണ്ട് 5:15 തന്നെ ആ പരീക്ഷാ സമയം ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിന് മുന്നിലാണ്. വിദ്യാലയത്തിന് മുന്നിലാണ്. ഇവിടെയായിരുന്നു തിരുവനന്തപുരത്തെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ വിദ്യാർത്ഥികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങും. അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതലായിരുന്നു പരീക്ഷ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ മെയ് 3-ാം തീയതി നടന്ന ആദ്യ പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി 15 മിനിറ്റ് കൂടി അധികമായി ഇത്തവണ പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3.25 മണിക്കൂർ നീണ്ടുനിന്ന പരീക്ഷയ്ക്കൊടുവിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ പരീക്ഷ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ അവർ വലിയ പ്രതീക്ഷയോടെ ഈ പരീക്ഷ എഴുതിക്കും, പിന്നീട് അത് റദ്ദാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് അവരുടെ ആ ഒരു പ്രതികരണം ഒന്ന് ചോദിച്ചു നോക്കാം. പല വിദ്യാർത്ഥികളും ഈ പറയുന്നത് പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ പരീക്ഷ റദ്ദാക്കിയ കാര്യത്തിലെല്ലാം തന്നെ വലിയ മനപ്രയാസമുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യഘട്ടത്തിൽ അവരോട് സംസാരിച്ചപ്പോഴെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓനെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ലായിരുന്നു. ആദ്യം എഴുതിയ പരീക്ഷയായിരുന്നു അതോ ഇപ്പം ഈ രണ്ടാമത്തെ പരീക്ഷ നടന്നപ്പോൾ എങ്ങനെയുണ്ട്? രണ്ടാമത്തെ പരീക്ഷ നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പരീക്ഷയും ഈ ലെവലും കുഴപ്പമില്ല. അത്യാവശ്യം എനിക്ക് ഇത് കുറച്ചുകൂടെ പാടായിരുന്നു. ഫസ്റ്റ് പരീക്ഷ ഇതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ പരീക്ഷ റദ്ദാക്കിയതിൽ വിഷമമുണ്ടോയെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് എളുപ്പമായതുകൊണ്ട് റാങ്ക് അത്യാവശ്യം ആ ഒരു റാങ്ക് ഇൻഫ്ലേഷൻ വരുന്നുണ്ടായിരുന്നു. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ മാർക്കൊക്കെ നോക്കിയിട്ട് അറിയാം. താങ്ക് യു. അങ്ങനെ തന്നെയാണ് ഇപ്പം പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ പറഞ്ഞ പോലെ ആദ്യ പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കടുപ്പമായിരുന്നു പരീക്ഷയെന്നാണ് വിദ്യാർത്ഥി ഒരു ആൾ പറയുന്നത്. നമുക്ക് മറ്റു വിദ്യാർത്ഥികളിലൂടെ ആ ഒരു പ്രതികരണം അറിയുമ്പോൾ ആ ഒരു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ആദ്യത്തെ പരീക്ഷയായിരുന്നോ ഈ പരീക്ഷയായിരുന്നു? അപ്പോൾ കുറച്ചുകൂടെ ഒരു എളുപ്പമായിട്ട് ആദ്യത്തെ പരീക്ഷ തന്നെയായിരുന്നു അല്ലേ സോന? അപ്പം വിദ്യാർത്ഥികൾ പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പരീക്ഷ തന്നെയായിരുന്നു കുറച്ചുകൂടി എളുപ്പം എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച 2 പേരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. റദ്ദ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മെയ് 3-ാം തീയതി നടന്ന ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദ് ചെയ്യപ്പെട്ട ആദ്യ പരീക്ഷ തന്നെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ എളുപ്പമായി തോന്നിയിരുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഉച്ചയ്ക്ക് മുതൽ തന്നെയും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും തന്നെ ഈ പറയുന്നത് പോലെ തന്നെ സ്കൂളിൻ്റെ മുന്നിൽ ഏകദേശം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിലധികമായി ഈ പറയുന്നത് പോലെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഏറെ നാളത്തെ ഒരു പരിശ്രമം, അവരുടെ ആ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആ ഒരു പരിശ്രമവും എല്ലാം തന്നെയാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികളും നല്ലൊരു അവരുടെ ഒരു പ്രതീക്ഷ, അവർ ആഗ്രഹിക്കുന്ന ജോലി തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ എക്സാം സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതും. ഏതായാലും പരീക്ഷ പൂർത്തിയായിരിക്കുന്നു. വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. മറ്റ് പരാതികളൊന്നും തന്നെ ഇതുവരെയും എവിടെ നിന്നും സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് എവിടെ നിന്നും ഇതുവരെയും ഉയർന്നു കേട്ടിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഉച്ചയ്ക്ക് 1-ഓടുകൂടി തന്നെയും ഈ പരീക്ഷാ സെൻറ്ററിലേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോഴിക്കോട് ഈ പറയുന്നത് പോലെ തന്നെ വിദ്യാർത്ഥി അവിടെ താമസിച്ചെത്തിയിരുന്നെങ്കിൽ കൂടിയും പിന്നീട് കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി അവിടെ ആ ഒരു സംസാരത്തിന് ശേഷം അവർക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള